ഹലോ ഗൈസ്, അപ്പോൾ +2 പ്രാക്ടിക്കൽ എക്സാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ റെക്കോർഡ് വർക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് എൻ്റെ റെക്കോർഡിലെ കുറച്ച് ചിത്രങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വരച്ചത് എൻ്റെ അമ്മയാണ്. അതെ, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അവർ സ്വയം വരച്ചിട്ടാണ് റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വരയ്ക്കാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എന്തോ എനിക്ക് റെക്കോർഡ് വർക്കിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പണ്ടേ പറയുമായിരുന്നു, നിൻ്റെ റെക്കോർഡ് വർക്കൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന്. അതുകൊണ്ടാണ് അമ്മ ഈ ചിത്രങ്ങളൊക്കെ എനിക്ക് വരച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ദിവസത്തെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ചിത്രങ്ങളൊന്നും ഞാനിവിടെ എടുത്തില്ല. അപ്പോൾ വരച്ചതിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളാണ്. എല്ലാ ചിത്രവും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സാറടക്കം അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതുണ്ടെന്ന്. അപ്പോൾ എനിക്ക് എന്താ പറയുക, വലിയൊരു ഉപകാരം തന്നെയാണ് ഈ അമ്മ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വരച്ചു തന്നതിലൂടെ. അപ്പോൾ ബാക്കി ലേബലിങ്ങും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിലും മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അത്ര വലിയ കഷ്ടപ്പാടുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റെക്കോർഡ് എഴുതിയ +2 സയൻസ് ആണെങ്കിലും, അതായത് CS ആണെങ്കിലും ബയോ സയൻസ് ആണെങ്കിലും റെക്കോർഡ് വർക്ക് ചെയ്ത പിള്ളേർക്കറിയാം ഇതിൻ്റെ കഷ്ടപ്പാട് എത്രയാണെന്ന്. CS-ന് പിന്നെ ബയോളജി ഇല്ലാത്തതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല. ബട്ട് എന്താ പറയുക, ബയോളജിയിൽ കുറേ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ബോട്ടണിയും സുവോളജി റെക്കോർഡും അമ്മയാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. +2 സമയത്ത് റെക്കോർഡിൻ്റെ വരക്കുന്നതിനെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എഴുതേണ്ട കാര്യം മാത്രമേ എനിക്ക് നോക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ലാസ്റ്റ് നിമിഷമാണ് എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ബോട്ടണി വേഗം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുവോളജി ലാസ്റ്റിലോട്ടാണ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു എഴുതാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആണി അടിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒരു വർഷത്തെ നമ്മളൊരു +2 ലൈഫിലെ ഫുൾ കഷ്ടപ്പാടും എഫേർട്ടും ഉള്ളത് ഒറ്റ ഒരു ആണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത്. ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ബട്ട് എന്നാലും ആ ആണി അടിച്ച ആ റെക്കോർഡ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും വല്ലാത്തൊരു ഇമോഷനൊക്കെയാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിച്ചു. അമ്മ പണ്ടൊക്കെ എന്താ പറയുക, ചിത്രങ്ങൾ വരച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അമ്മയുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കുട്ടികൾക്കൊക്കെ. അമ്മേൻ്റെ ബ്രദറും നല്ലോണം ചിത്രം വരക്കും. അപ്പോൾ അവർ രണ്ടാളും മുന്നേ റെക്കോർഡ് വരച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് വരച്ച ശീലമുണ്ട്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എടി, ഇത് സ്കള്ള. ഇതുള്ളതുകൊണ്ട് ഇതിൻ്റെ തലയിൽ ചളിയൊന്നും പുറത്തു പോകാത്ത. ഇത് എൻ്റെ സുവോളജി റെക്കോർഡിലെ എൻ്റെ ഫേവറേറ്റ് ചിത്രമാണ്. ഇത് എൻ്റെ അമ്മേൻ്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് എനിക്കത് ഇത്ര ഇഷ്ടമായത്.